യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്നത് വെറും ഒരു വാക്കല്ല, മറിച്ച് അത് ദൈവവുമായുള്ള ബന്ധമാണ്. ദൈവവചനത്തോടുള്ള വിശ്വസ്തതയാണ്. തടസ്സങ്ങളില്ലാതെ നന്മ ചെയ്യുവാനുള്ള സന്നദ്ധതയാണ്. വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ, ജനുവരി 26 എല്ലാ ഭാരതീയരുടെയും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിവസമാണ്. നമ്മുടെ ഇന്ത്യ രാജ്യം പൂർണ്ണമായും ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറിയ ദിനമാണിന്ന്. റിപ്പബ്ലിക് ദിനത്തിൻ്റെ എല്ലാവിധമായ പ്രാർത്ഥന ആശംസകളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊള്ളുന്നു. നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുമെന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ ക്രിസ്തുനാഥൻ പറഞ്ഞു വയ്ക്കുകയാണ്. എന്താണ് സ്വാതന്ത്ര്യം? നാം സ്വസ്ഥരായി സന്തോഷത്തോടെ ജീവിക്കുകയും മറ്റുള്ളവരെ സ്വസ്ഥരായി സന്തോഷത്തോടെ ജീവിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യം. സത്യം ആരാണ്? സത്യം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ക്രിസ്തുവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. ഈ സത്യമാകുന്ന ക്രിസ്തു അടിമത്തത്തിലായിരുന്ന യഹൂദർക്ക് സ്വാതന്ത്ര്യം നൽകുവാൻ തയ്യാറാകുമ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ അബ്രഹാത്തിൻ്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യഹൂദരുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നമ്മുടെ പൂർവികരായ ഇസ്രായേല്യർ ഈജിപ്തുകാരുടെ അടിമകളായിരുന്നു. പിന്നീട് അസീറിയക്കാരുടെ അടിമകളായി മാറുന്നുണ്ട്. അതിനുശേഷം ബാബിലോൺകാരുടെ അടിമകളായും മാറുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, ക്രിസ്തു ഇപ്രകാരം സംസാരിക്കുന്ന സമയത്ത് പോലും ഇവർ റോമാക്കാരുടെ അടിമകളായിരുന്നു. മാത്രമല്ല, ആത്മീയമായി നോക്കിക്കാണുകയാണെങ്കിൽ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമത്വത്തിലാണ്. പാപത്തിൻ്റെ അടിമത്വം ഏറ്റവും മോശമായ അടിമത്വമാണ്. നമ്മുടെ ജീവിതങ്ങളിൽ അറിഞ്ഞുമറിയാതെയും നാം പാപത്തിൻ്റെ അടിമകളായി തീരാറുണ്ട്. സ്വാർത്ഥത എന്ന പാപത്തിൻ്റെ അടിമ, അസൂയ എന്ന പാപത്തിൻ്റെ അടിമ, ജഡിക അഭിലാഷങ്ങൾ എന്ന പാപത്തിൻ്റെ അടിമ, സുഖലോലുപത എന്ന പാപത്തിൻ്റെ അടിമ. ഇപ്രകാരം പാപത്തിൻ്റെ അടിമയായവർക്ക് ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും അനുഗ്രഹവും ലഭിക്കണമെങ്കിൽ അത് വളരെയധികം പ്രയാസകരമാണ്, ദുഷ്കരമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന നമ്മെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ രക്ഷകനായ ക്രിസ്തുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്തു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം നൽകാൻ വേറെ ആർക്കും ഒന്നിനും സാധിക്കുകയില്ല. പണത്തിനും പ്രതാപത്തിനും പ്രവൃത്തിക്കും ഇതൊരിക്കലും നേടാനാവുകയുമില്ല. ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുകയും യേശുവിൻ്റെ ശിഷ്യനാവുകയും ചെയ്താൽ മാത്രമേ ക്രിസ്തു നൽകുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് രുചിച്ചറിയുവാനും അനുഭവിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്രകാരം നമ്മുടെ ജീവിതങ്ങളിലെ ചെറുതും വലുതുമായ അടിമത്തങ്ങളെല്ലാം ഉപേക്ഷിച്ച് യഥാർത്ഥമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവിതങ്ങളിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും വേണ്ട കൃപാവരത്തിനായി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.